അതെ, നമ്മൾ കേട്ടതുപോലെ നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യൻ, നമ്മുടെ കർത്താവ് സ്തുതിക്ക് യോഗ്യൻ, നമ്മുടെ കർത്താവ് മഹത്വത്തിന് യോഗ്യൻ. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നമ്മുടെ പാപങ്ങളെ മോചിച്ചു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നമ്മുടെ ശാപങ്ങളെ മോചിച്ചു. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു, നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചു. ഈ വലിയ മഹാധനം ദൈവം നമുക്ക് നൽകി. വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് ദൈവത്തിൻ്റെ അഭിഷിക്തനിൽ നിന്ന് നമുക്കിവിടെ കേൾക്കുവാനായിട്ട് ഇടയായത്. ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരായിട്ടുള്ള കർത്താവിൻ്റെ ദാസന്മാർ, സഹോദരി സഹോദരങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വീണ്ടും ഒരുപക്ഷെ ഒരർത്ഥത്തിൽ നമുക്കിന്ന് ആവശ്യമുള്ള ദൈവിക സന്ദേശം ദൈവം തൻ്റെ അഭിഷിക്തനിലൂടെ നമുക്ക് നൽകിക്കഴിഞ്ഞു. വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെട്ടുകൊണ്ടിരുന്നു, നമ്മുടെ ഹൃദയത്തെ ദൈവം സ്പർശിച്ചു കൊണ്ടിരുന്നു. ഇനിയിപ്പം ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ പോലും നമുക്കിന്ന് കിട്ടേണ്ട ദൂത് ദൈവം നമുക്ക് നൽകിക്കഴിഞ്ഞു. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൂടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. നിങ്ങൾ ആരും പേടിക്കേണ്ട, ഞാൻ ഇന്ന് 10 മണിക്ക് തന്നെ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട എന്ന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളിനെ ഞാൻ ഓർപ്പിക്കുകയാണ്. കാരണം 10 മണി കഴിഞ്ഞ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രയാസമാണ്, അല്ലേ? നിങ്ങളെല്ലാവരും വളരെ ക്ഷീണിക്കുമെന്ന് പകലും യോഗമുണ്ടായിരുന്നു, അതുകൊണ്ട് ഭാരപ്പെടേണ്ട. 37-ാം അധ്യായമാണ്. അപ്പം 37-ാം അധ്യായത്തിൻ്റെ 10 മണി വരെ പ്രസംഗിക്കണമല്ലോ, അതുകൊണ്ട് 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒന്നിച്ചൊന്ന് വായിക്കാം. 10 വാക്യങ്ങളാണ്, ഒന്നിച്ചാണ് വായിക്കുന്നത്. എസെക്കിയേൽ എടുത്തോ, എല്ലാവരും എടുത്തോ. എസെക്കിയേൽ പഴയ നിയമത്തിലെ 37. അപ്പോൾ ഒന്നൊന്ന് വായിച്ചോട്ടെ, വായിക്കാം. യഹോവയുടെ കൈ ആ ആ ആ എല്ലാവരും ചേർന്ന് ഉറച്ച് വായിച്ചട്ടെ. ആ മതി, ഞാനൊന്ന് വായിക്കാം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവ് എന്നെ പുറപ്പെടുവിച്ചു. താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളുടെ ത്വക്ക് കൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവയെന്ന്
നിങ്ങളറിയും, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു, അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും ഞാൻ കണ്ടു. ഞരമ്പും മാംസം വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും ഞാൻ കണ്ടു. എന്നാൽ ശ്വാസം അവയിലില്ലായിരുന്നു. അപ്പോൾ അവൻ എന്നോട്, കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക, അവരുടെ മേൽ ഊതുക. അവൻ കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു. എല്ലാരും ചേർന്ന് ഈ വാക്യം പറഞ്ഞാട്ടെ, അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ഒന്നൂടെ, അവർ ജീവിച്ചു. ഏറ്റവും വലിയ സൈന്യമായി അവർ നിവർന്നു നിന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ റീമയായി തീരേണ്ടതിന് ആ ബൈബിൾ അടച്ചു വെച്ച് ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ചിലതെല്ലാം ഒന്ന് പൊതിയുവാൻ, ചിലതെല്ലാം ഒന്ന് ചേരുവാൻ, ചിലതെല്ലാം ഒന്ന് എഴുന്നേൽക്കുവാൻ, ചിലതെല്ലാം ഒന്ന് ജീവിക്കുവാൻ ശക്തമായി ഇത് യഹോവയുടെ വചനമാണ്. പോൾ ഗോപാലകൃഷ്ണന്റെ വചനമല്ല, പാസ്റ്റർമാരുടെ വചനമല്ല. ഞങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോൾ യഹോവ അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അത് മാംസത്തിലാണെങ്കിൽ അവിടെ, അത് ത്വക്കിലാണെങ്കിൽ അവിടെ, അത് അസ്ഥികളിലാണെങ്കിൽ അവിടെ, അത് ഉണങ്ങിയതാണെങ്കിൽ അവിടെ, അത് ചിതറിപ്പോയതാണെങ്കിൽ അവിടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ യഹോവ കൽപ്പിച്ചതുപോലെ സംഭവിക്കട്ടെ. അത് അക്ഷരീകമായി സംഭവിക്കട്ടെ, അക്ഷരീകമായി സംഭവിക്കട്ടെ. അത് ശരീരത്തിൽ അറിയട്ടെ, അത് ആത്മാവിൽ അറിയട്ടെ, അത് ത്വക്കിൽ അറിയട്ടെ, അത് മാംസത്തിൽ അറിയട്ടെ. ചിതറിപ്പോയത് അടുത്തു വരട്ടെ, ചിതറിപ്പോയത് അടുത്തു വരട്ടെ, അകന്നു പോയത് അടുത്തു വരട്ടെ, നഷ്ടപ്പെട്ടത് അടുത്തു വരട്ടെ. തളർന്നു കിടക്കുന്നത് എഴുന്നേൽക്കട്ടെ, സൈന്യമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിതറിച്ചു കളയുവാൻ സാത്താന് കഴിവുണ്ട്. അവരെ അടുപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ലെങ്കിലും ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവത്തിന് കഴിവുണ്ട്. ഉണക്കിക്കളയുവാൻ സാത്താന് കഴിവുണ്ട്. അവയെ തളിർപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ലെങ്കിലും ക്രൂശിതനായ കർത്താവിന് അതിന് കഴിവുണ്ട്. ത്വക്കുപോയി, മാംസം പോയി, അസ്ഥിയും ഉണങ്ങിയ മേഖലകളിൽ ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവില്ലെങ്കിലും ത്വക്കിനെ വരുത്താൻ, ഞരമ്പിനെ വരുത്താൻ, ഉണങ്ങിയതിനെ ജീവിപ്പാൻ, വീണുകിടന്നതിനെ എഴുന്നേൽപ്പിക്കാൻ, തളർന്നതിനെ സൈന്യമാക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവിന് കഴിവുണ്ട്. യേശുവിന് കഴിവുണ്ട്, യേശുവിന് കഴിവുണ്ട്. അവൻ ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നു, അവൻ ഇന്നും വിടുവിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവ് അത് അക്ഷരാർത്ഥത്തിൽ ചെയ്യും. അടൂരില് ആ വാഹനത്തിൽ കാലുമേലാതിരുന്ന മനുഷ്യൻ, ദൈവത്തിന്റെ അഭിഷക്തൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ താൻ ആ മനുഷ്യനെ കണ്ടില്ലെങ്കിലും ആ കാലുകളിൽ ദൈവം പ്രവർത്തിച്ച് ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ച് അവിടേക്ക് കൊണ്ടുവന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ്, അവൻ അതിശയങ്ങളുടെ ദൈവമാണ്,
അവൻ അസാധ്യമായതൊന്നുമില്ല. എനിക്കും നിങ്ങൾക്കും മാത്രമാണ് അസാധ്യം. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവൻ ഉണങ്ങിയതിനെ ജീവിപ്പിക്കും, അവൻ ചിതറിയതിനെ അടുപ്പിക്കും, അവൻ തളർന്നതിനെ എഴുന്നേൽപ്പിക്കും, അവനൊരു സൈന്യമാക്കി തീർക്കും. ശത്രു ഭയപ്പെടുന്ന സൈന്യം, ശത്രു വിറയ്ക്കുന്ന സൈന്യം, ശത്രു മുട്ടുമടക്കുന്ന ഒരു സൈന്യം. ഹല്ലേലൂയ. അത് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് അത് ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ ക്രൂശിതനായ കർത്താവ് അത് ഇന്നലെ ചെയ്തു, ഇന്ന് ചെയ്യുന്നു, നാളെയും ചെയ്തുകൊണ്ടിരിക്കും. അത് അടൂരിൽ ചെയ്തത് ഇവിടെയും ചെയ്യും. പക്ഷേ അതിന് ഞാനും നിങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. യെശയ്ക്കേൽ പ്രവാചകനെ ദൈവം ഉണങ്ങിയ അസ്ഥികളുടെ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ പാർക്ക് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ആരോഗ്യമുള്ളവരെ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ അസ്ഥിമന്ദിരങ്ങൾ കിടക്കുന്ന സ്ഥലങ്ങളിൽ പോകാറില്ല, ഇല്ലേ? പ്രയാസമാണ്, നമുക്ക് പേടിയാണ്, നമുക്ക് പേടി വരും. അപ്പം അങ്ങനെ തലയോട്ടികളും അസ്ഥികളും ചിതറിക്കിടക്കുന്ന ഒരു വലിയ താഴ്വരയിൽ ദൈവം കൊണ്ടുപോയി. അപ്പൊ അത്ഭുതം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ, നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്ത്, നമ്മളെ ഭയപ്പെടുത്തുന്ന സ്ഥലത്ത്, പ്രതികരണമില്ലാത്ത സ്ഥലത്ത്, പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് വിശ്വാസത്തോടുകൂടി പോകുവാൻ തയ്യാറാകണം. താഴ്വരയിൽ ഇറങ്ങാൻ തയ്യാറായെങ്കിൽ മാത്രമേ സൈന്യത്തെ കാണാൻ ഒക്കൂ. സൈന്യമുള്ളിടത്ത് പോയിട്ട് സൈന്യത്തെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ അത്ഭുതത്തിന് മുൻപ് ചില ഉണങ്ങിയ മേഖലകളിലേക്ക്, ഭീകരമായ ചില മേഖലയിലേക്ക്, നമ്മളെ ഭയപ്പെടുത്തുന്ന മേഖലയിലേക്ക് കൂട്ടമായിട്ടല്ല, ഒറ്റയ്ക്ക് പോകുവാൻ തയ്യാറാകണം. ധൈര്യമായി പോകാൻ തയ്യാറാകണം. വിശ്വാസത്തോട് പോകാൻ തയ്യാറാകണം. തീർന്നില്ല, അവിടെ പോയി നിന്നിട്ട് അതിനിടയിലൂടെ ചുറ്റി നടക്കാൻ, നമ്മൾ കേട്ടതുപോലെ ഇടവിടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് ചുറ്റി നടക്കുവാൻ തയ്യാറാകണം. ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ ചുറ്റി നടക്കുവാൻ തയ്യാറാകണം. ഈ രോഗി സൗഖ്യമാകുമെന്നുള്ള വിശ്വാസത്തിൽ ചുറ്റി നടക്കുവാൻ തയ്യാറാകണം. ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ ചുറ്റി നടക്കുവാൻ തയ്യാറാകണം. എൻ്റെ മകൻ, എൻ്റെ മകൾ മടങ്ങി വരുമെന്നുള്ള വിശ്വാസത്തിൽ ചുറ്റി നടക്കുവാൻ തയ്യാറാകണം. ഈ സഭ ഉണരുമെന്നുള്ള വിശ്വാസത്തിൽ ചുറ്റി നടക്കുവാൻ തയ്യാറാകണം. ഇതൊരു സൈന്യമായി തീരുമെന്നുള്ള പ്രതീക്ഷയിൽ ചുറ്റി നടക്കുവാൻ തയ്യാറാകണം. മൂന്നാമത്തെ കാര്യം, ദൈവം പറഞ്ഞത് ചെയ്യാൻ തയ്യാറാകണം. ദൈവം പറഞ്ഞു, പ്രവചിക്കാൻ പറഞ്ഞു. ഉണങ്ങിയ അസ്ഥിയോട് പ്രവചിക്കുക, കാറ്റിനോട് പ്രവചിക്കുക. ഇത് രണ്ടും ഒരു ഭ്രാന്തിന്റെ ലക്ഷണമാണ്. മനുഷ്യന്റെ മുൻപിൽ ജീവനുള്ള അസ്ഥിയോട് എന്ത് പ്രസംഗിക്കാനാണ്? അതിനോടും പ്രസംഗിക്കണം, പിന്നെ കാറ്റിനോട് പ്രസംഗിക്കാനാണ്. ദൈവത്തിൻ്റെ മുൻപിൽ നമ്മുടെ ജ്ഞാനം ഒന്നും ഇറക്കാതെ, ഭോഷത്വമായത് തൻ്റെ അത്ഭുതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ദൈവം പറയുന്നത് പോലെ അനുസരിക്കാൻ തയ്യാറാകണം. ഇവിടെ മുൻപ് പ്രസംഗിച്ച പാസ്റ്റർ തൻ്റെ പിതാവിൻ്റെ കാര്യം പറഞ്ഞു. ദൈവം പറഞ്ഞതനുസരിച്ചത് കൊണ്ട് നടന്ന ചില അത്ഭുതങ്ങൾ. നമ്മുടെ ജ്ഞാനവും കഴിവും ഉപയോഗിക്കാതെ സ്വർഗം പറയുന്നതിനെ, ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞാലും നിങ്ങൾ ഒന്നുകൂടെ ചിന്തിച്ചോണം. കാരണം
പുള്ളി പറഞ്ഞ തെറ്റാണെന്നുള്ള ഇപ്പോഴേ പുതിയ തിയറി വരുന്നുണ്ട്. ഈ സ്പെഷ്യൽ തിയറി, ആപേക്ഷിക സിദ്ധാന്തത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ, പ്രത്യേകിച്ച് വെളിച്ചത്തെക്കുറിച്ചുള്ള ചിന്തകൾ. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞാലും രണ്ടാമതിനോട് ചിന്തിക്കണം. ഐസക് ന്യൂട്ടൺ പറഞ്ഞാലും ഒന്നുകൂടി ചിന്തിച്ചോണം. നിങ്ങളൊരു രോഗിയായിട്ട് മദ്രാസിലെ ഏറ്റവും വലിയ ഒരു ഡോക്ടറെ കാണാൻ പോയാലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോണം. കാരണം ഡോക്ടർ ഒത്തിരി പഠിച്ചതാണെങ്കിലും പ്രായമാകുമ്പം പ്രശ്നം ഉണ്ടാകാം, ഇല്ലേ? പലതും മറന്നു പോകാം. അതുകൊണ്ടൊരു സെക്കൻഡ് ഒപ്പീനിയൻ. നിങ്ങളൊരു നല്ല വീട് പണിയുമ്പോൾ വലിയ എൻജിനീയർ ഉണ്ടെങ്കിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തോണം. എന്നാൽ ദൈവം പറയുമ്പോൾ നീ സെക്കൻഡ് ഒപ്പീനിയന് പോകരുത്. കരമടിച്ച് സ്വർഗം പറഞ്ഞാൽ ഒരു സെക്കൻഡ് ഒപ്പീനിയന് പോകുവാൻ നിനക്ക് ജ്ഞാനമില്ല, നിനക്കതിന് കഴിവില്ല. അവൻ പറയുന്നതിലെല്ലാം ജ്ഞാനമാണ്, യുക്തിയാണ്, ബുദ്ധിയാണ്. അത് നിനക്ക് തോന്നുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവൻ പറയുന്നത് കൽപ്പിക്കുന്നത് ചെയ്യണം. ഇത്രയും ചെയ്താൽ മതി, സൈന്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇവിടെ സൈന്യമായി തീരും. ഞാനൊരു സംഭവം പറയാം. ഞാൻ ഒരു പാവപ്പെട്ട ഹൈന്ദവ ഭവനത്തിലാണ് ജനിച്ചു വളർന്നത്. അപ്പം ഞാൻ ഈ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും എതിരായിരുന്നത് എൻ്റെ ഒരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ പേര് സുകുമാരൻ എന്നാണ്. അപ്പം അദ്ദേഹത്തിന് ഞാൻ ആ വീടിന് നാണക്കേടുണ്ടാക്കി, അദ്ദേഹത്തിന് നാണക്കേടുണ്ടാക്കി എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി. ഇപ്പം എന്നെ കാണുന്ന അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അദ്ദേഹത്തിന് അങ്ങ് അരിശമാണ്. ഒരു ദിവസം ഞങ്ങളിങ്ങനെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനിരിക്കുകയാണ്. എൻ്റെ ജ്യേഷ്ഠനുണ്ട്. പുള്ളിയുടെ മുഖമൊക്കെ ഇങ്ങനെ ചുവന്ന കോപം കൊണ്ട് എൻ്റെ മുഖത്തോട്ട് നോക്കാതെ ഇങ്ങനെ അരിശപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാനും ഈ രക്ഷിക്കപ്പെട്ട ഒരു സമയമായതുകൊണ്ട് പരിജ്ഞാനത്തിലേക്കൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം പുള്ളി വളരെ ചൂടായിരിക്കുന്ന ഈ മനുഷ്യനോട് ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. സുവിശേഷം പറയാനായി തുടങ്ങിയപ്പോഴത്തേക്ക് ഇദ്ദേഹം അങ്ങ് ഭയങ്കര ഒരു സ്ഫോടനമായി മാറി. ആകെപ്പാടെ ഈ ചൂടായിരിക്കുകയാണ്. ഈ അദ്ദേഹം അങ്ങ് ചാടി എഴുന്നേറ്റിട്ട് എന്തൊക്കെയാണ് തൻ്റെ വായിൽ വന്നതെന്നും എനിക്കിവിടെ പറയാൻ കൊള്ളുകയില്ല. ബൈബിളിനെതിരായിട്ട് പറയുന്നു, യേശുവിനെതിരായി പറയുന്നു, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് പറയുന്നു, എന്തൊക്കെയോ തൻ്റെ വായിൽ വന്നെല്ലാം ഇങ്ങനെ പറയുകയാണ്, കോപിച്ചിങ്ങനെ പറയുകയാണ്, നിയന്ത്രിക്കാൻ മേലാത്ത കോപം. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ പരിജ്ഞാനം ഇല്ലായിരുന്നുകൊണ്ട് പുള്ളി ഇങ്ങനെ ചൂടായിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എൻ്റെ കർത്താവിനെ കുറിച്ചൊന്നും പറയരുതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അത് പുള്ളി കുറേ കൂടി ചൂടാക്കിയിട്ട് എന്നോട് ചോദിച്ചു, അങ്ങനെ പറഞ്ഞാൽ എന്താടാന്ന് ചോദിച്ചു. നിന്റെ ദൈവത്തിനെതിരായി പറഞ്ഞാൽ എന്ത് സംഭവിക്കടാന്ന് ചോദിച്ചു. അടുത്തത് അപ്പം അന്ന് നമുക്ക് ഈ ബൈബിൾ അധികം അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ദൈവം ശിക്ഷിക്കുമെന്ന് പറഞ്ഞു. അവൻ പുള്ളി പറഞ്ഞു, നിന്റെ ദൈവത്തിന് അത്ര വലിയ കഴിവുള്ള ആളെ. ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെ പറയുകയില്ല കേട്ടോ. ഇങ്ങനെ നമ്മുടെ ദൈവം രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. എൻ്റെ ആ പരിജ്ഞാനക്കുറവുണ്ട് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ സത്യമായിരുന്നു. ദൈവം ശിക്ഷിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഇടാ നിന്റെ ദൈവത്തിന് അത്ര ശക്തി ഉണ്ടെങ്കിൽ ഒരു ശിക്ഷ ഇങ്ങോട്ട് വരുത്തിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അപ്പം എൻ്റെ ജ്യേഷ്ഠനാണ്. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ എന്നെയൊക്കെ അടിച്ചിട്ടുണ്ട്. ഈ വിശ്വാസത്തിലല്ല, ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയിൽ. ഞങ്ങൾക്കൊക്കെ പേടിയുള്ളൊരു ജ്യേഷ്ഠൻ കൂടിയാണ് അന്ന്. നിന്റെ ദൈവത്തിന് ഇത്ര വലിയ കഴിവുണ്ടെങ്കിൽ ഒരു ശിക്ഷ ഇങ്ങോട്ട് വരുത്തടാന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്ന് പുള്ളി നടന്നിട്ട് ഇങ്ങനെ പുള്ളിക്ക് ഒരു ബുദ്ധി തോന്നിയ പോലെ തോന്നിയിട്ട് എന്നോട് പറഞ്ഞു, ചെറിയ പനിയും തലവേദനയാകരുത്, അതെല്ലാവർക്കും വരാം. നിന്റെ ദൈവം എന്നെ ശിക്ഷിച്ചു എന്ന് തോന്നത്തക്ക നിലയിലുള്ള ശിക്ഷയായിരിക്കണം അത് പനിയേക്കാൾ ആയിരിക്കണം കാരണം പനിയും തലവേദന എപ്പോഴും വരാമല്ലോ. എന്നിട്ട് പിന്നെയും പുള്ളിക്ക് ഒരു ചിന്ത വന്നിട്ട് പിന്നെ അടുത്ത് വന്നിട്ട് അത് 1 മാസത്തിനുള്ളിൽ വരണം. എന്തൊരു ഭയങ്കരമില്ലേ. ഞാൻ അങ്ങ് അമ്പേ പരാജയപ്പെട്ടു, ജ്യേഷ്ഠൻ വിജയിച്ചു. പിന്നെ എനിക്ക് വാക്കില്ലല്ലോ, നമുക്ക് വാക്കൊന്നുമില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരു 2 ദിവസം ആയപ്പോൾ പുള്ളിക്ക് ഈ ചങ്കിനൊരു വേദന തോന്നി. അപ്പം
കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. അപ്പം ഞങ്ങളുടെ കുടുംബ ചരിത്രത്തിൽ അന്ന് വരെ ഞങ്ങളുടെ ഓർമ്മയിൽ ഒരു മെഡിക്കൽ കോളേജിൽ രോഗിയായിട്ട് അഡ്മിറ്റ് ചെയ്ത ഏക വ്യക്തിയാണ് ഈ സുകുമാരൻ. അതിന് കാരണം പുള്ളിയുടെ ലങ്സിൽ ഇൻഫെക്ഷൻ ഉണ്ടായിപ്പോയി എന്തോ കാരണത്താൽ. അതിൻ്റെ ഒരു ഭാഗം പഴുത്തു എന്നൊക്കെയാണ് ഡോക്ടർമാർ പറയുന്നത്. എനിക്ക് വലിയ ദുഃഖമായിപ്പോയി. ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചെയ്യലായിരുന്നു. അപ്പം കർത്താവിനോടുള്ള ആ സ്നേഹം കൊണ്ട് കർത്താവെ ഒന്ന് വരുത്തി കൊടുക്കണമെന്ന് പറഞ്ഞു പോയി ദൈവത്തോട്. ഇത് നമ്മുടെ അറിവില്ലായ്മയിൽ എന്തെല്ലാം മണ്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടാവില്ലേ. ഇന്ന് ഞാൻ ഒരിക്കലും ചെയ്യുകയല്ല. അങ്ങനെ പ്രാർത്ഥിച്ചതിൽ എനിക്കിന്ന് പശ്ചാത്താപമുണ്ട്. അന്ന് ഒത്തിരി ഉണ്ടായി എൻ്റെ ജ്യേഷ്ഠന് അസുഖം ഉണ്ടായപ്പോൾ. അങ്ങനെ ഭാഗ്യവശാൽ ദൈവത്തിൻ്റെ കരുണയാൽ പ്രാർത്ഥനയാൽ ഡോക്ടർമാരുടെ നല്ല ചികിത്സയാൽ എൻ്റെ ജ്യേഷ്ഠന് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവരും. അപ്പോഴെനിക്ക് ഭയങ്കരം. അപ്പം ഞാൻ ജയിച്ചിരിക്കുകയാണല്ലോ ഇപ്പോഴേ. ഒന്ന് കാലയിലൊക്കെ ഒന്ന് പൊങ്ങി ഈ ജ്യേഷ്ഠൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. എൻ്റെ ചിന്ത ഇപ്പോഴെൻ്റെ ജ്യേഷ്ഠൻ സുകുമാരൻ മാനസാന്തരപ്പെടും. ഇനി പുള്ളിക്കൊന്നും പറയാനൊക്കെയല്ലോ, എന്നോടൊന്നും പറയാനൊക്കെയല്ല. ഇത് 1 മാസത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളാണിത്. അപ്പോൾ ജ്യേഷ്ഠൻ വീട്ടിൽ വരാനായിട്ട് മാസങ്ങൾ കഴിഞ്ഞു. പക്ഷേ 1 മാസത്തിനുള്ളിലാണ് ഈ സംഭവം. പുള്ളിക്ക് എന്നെ കണിക്കാനൊക്കെയല്ല. സംഭവം എല്ലാം പുള്ളി പറഞ്ഞ പോലെയാണ്. ഞങ്ങളുടെ വീട്ടിൽ അതുപോലൊരു അസുഖം അതിനു മുൻപേ ഞങ്ങളുടെ ഓർമ്മയിൽ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഉണ്ടായിട്ടുമില്ല. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും സൗന്ദര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. നല്ല നിറമുള്ള ആളായിരുന്നു അദ്ദേഹം. പക്ഷേ ഞാൻ ചെന്ന് കാണുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ നിറമെല്ലാം പോയിട്ട് അസ്ഥിമഞ്ജരമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. ബെഡ് റെസ്റ്റാണ്. എന്നെ കണ്ട മാത്രയിൽ പുള്ളി അവിടെ നിന്ന് എഴുന്നേക്കാൻ പരിശ്രമിച്ചു. എഴുന്നേക്കാൻ ഒക്കുന്നില്ല. എനിക്ക് വലിയ സഹതാപം തോന്നി. ഞാനോർത്ത് മാനസാന്തരപ്പെടാൻ പോവാന്ന്. അവിടെ കിടന്നിട്ട് എന്നോട് പറഞ്ഞതെന്നു പറയും, ഇടാ ഈ ഉപദേശിമാരെ എല്ലാം അടിച്ച് ഈ ഭാരതത്തിന് പുറത്താക്കാതെ ഈ നാട് നന്നാകാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്തൊരു ഭയങ്കര ഉണങ്ങിയ അസ്ഥിയായത്. എന്തൊരു വലിയ തലയോട്ടിയായത്. വല്ല പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ആ പഴയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിച്ചില്ല. ദൈവമേ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ട് രക്ഷിക്കണമെന്ന് ഉള്ളിൽ തന്നെ പ്രാർത്ഥിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, സുകുമാരൻ നീ പണിതിരിക്കുന്ന വീട് ഈ തച്ചുശാസ്ത്രപ്രകാരമല്ല, ഇതിൻ്റെ കോണുകൾ കന്യാകോണിനൊക്കെ പ്രശ്നമുണ്ട്, ഇവിടെ കിടന്നാൽ നീ ചത്തുപോകുമെന്ന് പറഞ്ഞു. പുള്ളി അതങ്ങ് വിശ്വസിച്ചു. സുവിശേഷം വിശ്വസിച്ചില്ലെങ്കിലും എല്ലാവരും എന്തേലും വിശ്വസിക്കും. അതാ വളരെ രസകരമായ കാര്യം. വിശ്വസിക്കാത്ത ആരുമല്ല, പക്ഷെ ശരിയായ കാര്യം വിശ്വസിക്കുകയല്ല. അത് പുള്ളി അങ്ങ് വിശ്വസിച്ചു. അത് വിശ്വസിച്ച് കഴിഞ്ഞ് പുള്ളിക്ക് ജീവനോട് സ്നേഹമുള്ളതുകൊണ്ട് ഇതെങ്ങനെയും ആർക്കെങ്കിലും പിടിച്ചേൽപ്പിച്ചിട്ട് പോകണം ആഗ്രഹിച്ച് പുള്ളി ആ സ്ഥലം വിൽക്കുകയാണ്. ആരോടും പറയാതെ വിൽക്കുകയാണ്. നല്ല റോഡ് സൈഡിലെ സ്ഥലമാണ്. അടുത്തുള്ള ആൾക്കാരൊക്കെ ആ സ്ഥലം കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മേടിക്കും, വിലയും കിട്ടിയാനും. പക്ഷേ പുള്ളി ഇത് എളുപ്പം കൊടുക്കാനായിട്ട് കൊടുത്തു. അത് കൊടുത്തത് ആർക്കാണെന്നറിയാമോ? ഒരു പാഴ്സനേജിൽ പണിയാനും ഒരു പാസ്റ്ററെ താമസിപ്പിക്കാനുമായിട്ട് ആസംബിസബ് കോഡുകാരാണ് അത് മേടിച്ചത്. അവരത് പറയാതെ ഇതിങ്ങ് മേടിച്ചിട്ട് അവിടെ ഒരു പാസ്റ്ററെ കൊണ്ട് താമസിപ്പിച്ചു. ഉപദേശിമാരെ ഓടിക്കണമെന്ന് പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ ആ വീട്ടിൽ നിന്ന് പോവുകയും അതിന് പകരം ഒരു പാസ്റ്റർ അവിടെ വന്ന് താമസിക്കുകയും ചെയ്തു. സ്തോത്രം. ദൈവത്തിൻ്റെ അത്ഭുതം ഇങ്ങനെയാണ് ഈ ചുറ്റിച്ചുറ്റി നടക്കുമ്പോൾ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് ആ പഴയ വീടെല്ലാം അവർ പൊളിച്ചു കളഞ്ഞിട്ട് നല്ലൊരു സഭാഹൾ ഉണ്ടാക്കി. അന്ന് AGയുടെ സൂപ്രണ്ടൻ്റായിരുന്ന പാസ്റ്റർ PD ജോൺസൺ വന്ന് അത് ഡെഡിക്കേറ്റ് ചെയ്തു. അതാണ് പുറ്റടി അസംബിസബ് കോഡ് എന്നുള്ള പേരിൽ എന്നറിയപ്പെടുന്നത്. ആ സഭയിലൊരു വിശ്വാസിയാണ് ഇന്ന് AGയുടെ ജനറൽ സെക്രട്ടറി. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠന് ഈ തമിഴരൊക്കെ താമസിക്കുന്ന ഈ എസ്റ്റേറ്റ് ഏരിയയുടെ മേഖലകളിലേക്ക് ആരും അറിയാതിരിക്കാൻ പോയി അവിടെ ഒരു ചെറിയ ചായക്കടയൊക്കെ തുടങ്ങി. പുള്ളി അങ്ങ് തറ പറ്റി. എന്നിട്ടും പുള്ളി വിട്ടുകൊടുത്തില്ല. അവസാനം ആരോ പറഞ്ഞു, ഇങ്ങനെ അമ്പലങ്ങൾ കയറി ഗുരുവായൂർ അമ്പലത്തിൽ പോയി അവിടെ നേർച്ചയെല്ലാം ഇട്ട്. അപ്പോഴത്തേക്കും 14 വർഷം കഴിഞ്ഞു. എൻ്റെ ജ്യേഷ്ഠനും ഞാനൊരു ദിവസം മുണ്ടിപ്പള്ളിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ ജ്യേഷ്ഠത്തെയും മക്കളും എല്ലാം കയറി വരുന്നു. 14 നീണ്ട വർഷങ്ങൾ നമ്മുടെ അടുത്തോട്ട് വരിക. അപ്പം ഗുരുവായൂരിൽ നിന്ന്
അങ്ങ് ഹൈറേഞ്ചിൽ പോകാനുള്ള ദൂരം കൊണ്ടോ എന്തോ ദൈവം കൊണ്ടുവരികയാണ് അവരെ. അപ്പം ഞാൻ വന്നപ്പോഴേ തീരും. അപ്പോൾ എനിക്ക് പരിജ്ഞാനം കുറേ ആയി. പരിജ്ഞാനം കൂടിയപ്പോൾ ഞാൻ ചിന്തിച്ചു സുവിശേഷം പറയുന്നില്ല. സുവിശേഷം പറയുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പം ഞാനിങ്ങനെ പരിജ്ഞാനത്തിൽ ഇങ്ങനെ കയറിയിരുന്ന് പുള്ളിയെ വിളിച്ചു. ആ ചേട്ടാ എന്നെ കൊണ്ട് വിശേഷം, സുഖമാണോ, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെയുണ്ട്, മഴയുണ്ട്, എങ്ങനെയുണ്ട്, അവിടെ കൃഷിയൊക്കെ എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള നാട്ടുകാർ. പുള്ളിക്കും വലിയ സന്തോഷമായി. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെ കാര്യം, സഹോദരന്മാരുടെ കാര്യം എല്ലാം സംസാരിച്ചു. പക്ഷേ ഈ പരിജ്ഞാനം ഇങ്ങനെ കയറിയിരിക്കുന്നെങ്കിലും എനിക്കങ്ങ് അസ്വസ്ഥമാകുക, ഈ മനസ്സിങ്ങനെ അസ്വസ്ഥമാകുക. നല്ലൊരു വേട്ടക്കാരൻ്റെ മുമ്പിൽ ഈ ഒരു മൃഗം വന്നാൽ അവൻ മിണ്ടാതിരിക്കുമോ? നല്ലൊരു മീൻപിടുത്തക്കാരൻ്റെ മുമ്പിൽ നല്ലൊരു മീൻ വന്ന് ചാടി കണ്ടാൽ അവൻ അനങ്ങാതിരിക്കുമോ? എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കത്തുകയാണ്. എങ്കിലും ഞാൻ 2 ചോദ്യം ചോദിച്ചു അദ്ദേഹത്തോട്. ഞാനിങ്ങനെ പറഞ്ഞു, ജേഷാ, നിങ്ങൾ തെറി പറഞ്ഞിട്ടും വെറുത്തിട്ടും നിങ്ങളോട് ഈ സുവിശേഷം പറയുകയും നിങ്ങൾ ഈ കൃപയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സഹോദരൻ എന്നുള്ള ആത്മാർത്ഥം മനസ്സിലാക്കണം. ഒന്നിൽ എനിക്ക് എന്തെങ്കിലും തകരാറുണ്ട്. നിങ്ങൾ ചീത്ത പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ എതിർത്തിട്ടും അപ്പോൾ ഈ 10-28 ദിവസമൊക്കെ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ സഹോദരന് വേണ്ടി. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആത്മാർത്ഥം മനസ്സിലാക്കണം. ഇത് സായിപ്പിൻ്റെ പണത്തിനാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ എന്തിനു വരണം? സഭയിലെ ആളെ കൂട്ടാനാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠൻ എന്ത് വരണം? ശകലം ബ്രെയിനുള്ള ആളാണ് പുള്ളി, ചിന്തിക്കുമെന്ന് എനിക്കറിയാം. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ പറയുന്ന പോലെയും നാട്ടുകാരൊക്കെ പറയുന്ന പോലെയും ഇത് ദുർമാർഗത്തിൻ്റെ മാർഗമായിരുന്നെങ്കിൽ എൻ്റെ അമ്മയും പെങ്ങളും ഈ മാർഗത്തിൽ നിൽക്കാൻ ഞാൻ അനുവദിക്കുമായിരുന്നു എന്ന് ചോദിച്ചു. വേറൊന്നും ചോദിച്ചില്ല. അദ്ദേഹം ഉറങ്ങാൻ പോയി, ഞാനും ഉറങ്ങാൻ പോയി. രാവിലെ ഞാൻ സഭാഹാൾ തുറന്ന് ഇങ്ങനെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ആരോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ സുകുമാരനാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. പുള്ളി അന്ന് ഉറങ്ങിയില്ല. എന്നോട് ചോദിച്ചു, ഗോപാലകൃഷ്ണ, ഞാൻ എങ്ങനെ യേശുവിനെ സ്വീകരിക്കണമെന്ന് ചോദിച്ചു. എനിക്കങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് സ്വപ്നമാണോ എന്ന് തോന്നി. ഞാൻ കണ്ണൊന്നോട് പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, മുട്ടുകുത്താൻ പറഞ്ഞു. യേശുവേ, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവത്തോട് നേരിട്ട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പുള്ളി ഒരു കുട്ടി കരയുന്നത് പോലെ നിലവിളിച്ചുകൊണ്ട് യേശുവിനെ സ്വീകരിച്ചു. ആ നിമിഷം തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്തിൽ മാറ്റം ഞാൻ കണ്ടു. എത്ര ഉണങ്ങിയ അസ്ഥി! നീ ചുറ്റി ചുറ്റി നടക്കാൻ തയ്യാറായാൽ നിന്റെ കണ്ണിന് മുൻപിൽ അവർ ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നവരെ കാണുവാൻ ദൈവം ഭാഗ്യം നൽകും. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഈ വചനം യാഥാർത്ഥ്യങ്ങളാണ്, അനുഭവങ്ങളാണ്. അപ്പം ജ്യേഷ്ഠൻ പോയി, ഭയങ്കര സന്തോഷമായി. ഞാൻ സ്നാനപ്പെടുന്ന കാര്യമൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം സ്നാനപ്പെടാൻ തയ്യാറായി. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞു, നിങ്ങളുടെ മോളെ ഓർത്ത്, അവർക്ക് 4 മക്കളാണ്, 2 പെൺമക്കൾ. ആ മൂത്ത മകളുടെ ഒരു കല്യാണാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മോളെ ഓർത്ത് ഈ ദ്രോഹം ഇപ്പം ചെയ്യരുത്, ഈ നാണക്കേട് ഇപ്പം വരുത്തരുത്. ആ കുഞ്ഞിൻ്റെ കല്യാണം നിങ്ങൾ തകർക്കുകയായിരിക്കും. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുന്നതുകൊണ്ട് എൻ്റെ മോളുടെ ഭാവിക്കൊന്നും ദോഷം വരികയില്ല, നിനക്കും ദോഷം വരികയില്ല. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഞാനിവിടെ ജീവനോണ്ടുണ്ടായിരിക്കുന്നത്. പുള്ളിക്കാരി അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. അപ്പം അവിടെ പുള്ളിക്കാരി അല്പം കൃഷി സ്ഥലവും ഏലക്കാടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഏലത്തിലടിക്കാനുള്ള വിഷമൊക്കെ ലിറ്റർ കണക്കിന് വീട്ടിലുണ്ട്. ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഈസിയാണ്, വീട്ടിൽ തന്നെ സംഗതിയെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ കൂടുതലും വിഷം അടിച്ചാൽ ചാകുന്നത്. കാരണം വിഷം ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞ എന്നാന്നറിയോ, ഒരു പെർമിഷൻ നീ തരണം, അത് ഷവറൊക്കെ എൻ്റെ സ്നാനത്തിന് ശേഷമേ ഞാൻ നടത്തൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മുണ്ടിയപ്പള്ളിയിലേക്ക് വന്നു. എന്നോടിത് പറഞ്ഞില്ല.
അദ്ദേഹം സ്നാനപ്പെടാനായിട്ട് എൻ്റെ അടുക്കിലേക്ക് വന്നു. അപ്പം ഞാൻ സ്നാനപ്പെട്ടു വന്നപ്പോൾ എനിക്ക് പോൾ എന്നുള്ള പേര് എൻ്റെ പാസ്റ്റർ TS ജോർജ് ഇട്ടു. അപ്പം വീട്ടിൽ അതറിഞ്ഞു. എന്നെ വീട്ടിലേക്ക് സ്വീകരിച്ചിങ്ങനെയാണ്: എടാ, ക്രിസ്ത്യാനികളെല്ലാം നിൻ്റെ പേര് മാറ്റി ഇപ്പം മോളെ എന്ന് വിളിക്കാൻ തുടങ്ങിയെന്നാണല്ലോടാ ഞങ്ങൾ കേട്ടെന്നാണ്. മോളാക്കി. ആ ജ്യേഷ്ഠൻ കൂപ്പുകൈയോടുകൂടി എൻ്റെ മുമ്പിൽ വന്നു. ചുറ്റി ചുറ്റി നടന്നാൽ എത്ര ഉണങ്ങിയ അസ്ഥിയെയും അവൻ എഴുന്നേൽപ്പിക്കും. ഞാൻ അദ്ദേഹത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുന്നത് വരെ പുള്ളി വീട്ടിലെ കാര്യം പറഞ്ഞില്ല. ഞാൻ അങ്ങനെ പറഞ്ഞാൽ പുള്ളിയെ ഞാൻ സ്നാനപ്പെടുത്തുകയില്ല എന്ന് തോന്നി. സ്നാനത്തിന് ശേഷം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: വീട്ടിലൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ചേച്ചി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. എന്തെങ്കിലും സംഭവിച്ചാൽ യേശുവിൻ്റെ നാമത്തിനുണ്ടാകാവുന്ന അപമാനം, അവൻ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണിതെന്ന് ആൾക്കാർ പറയും. പിന്നെ ജീവിക്കാൻ അവിടെ ഒക്കെയില്ല. ഞാൻ സഭയോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് വിറയ്ക്കുന്ന ഹൃദയത്തോടു കൂടി അവിടെ ചെന്നപ്പോൾ, വാഴവീടെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠത്തെ ജീവനോട് നിൽക്കുന്നു. ചുരുക്കി പറയട്ടെ, എൻ്റെ ജ്യേഷ്ഠത്തെയും 4 മക്കളെയും ഞാൻ സ്നാനപ്പെടുത്തി. ഈ കഴിഞ്ഞ മാസം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മകനെയും സ്നാനപ്പെടുത്തി. ചുറ്റി ചുറ്റി നടന്നാൽ ഈ താഴ്വരയിൽ ഒരു സൈന്യം എഴുന്നേൽക്കും. ഹല്ലേലൂയ! അതിനൊരു മനസ്സുണ്ടാകണം, അതിനൊരു ആഗ്രഹം ഉണ്ടാകണം. തീർന്നില്ല. ഉപദേശിമാരെ അടിച്ചോടിക്കണം എന്ന് പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരു ഉപദേശിയാണ് ഇപ്പോഴ്. സ്തോത്രം. മറ്റു മക്കൾ അവരുടെ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ വേല ചെയ്യുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം പുള്ളിയുടെ ഒരു മോൻ ഓസ്ട്രേലിയയിലുണ്ട്. അവിടെ പോയിട്ട് വന്നപ്പോൾ പുള്ളി കൊണ്ടുവന്നത് പരസ്യത്തിന് വേണ്ടി ഒരു മൈക്ക് സെറ്റാണ്. എന്നോട് പറഞ്ഞ് ഞാനൊരു മൈക്ക് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഞായറാഴ്ച തോറും ഉപദേശിമാരെ ഓടിക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ സുകുമാരൻ പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായോ? ചുറ്റി നടക്കാൻ തയ്യാറാണോ? ദൈവത്തിൻ്റെ അഭിഷക്തന്മാരെ, ദൈവമക്കളെ, ഈ ചെന്നൈ പട്ടണത്തിൽ ചുറ്റി നടക്കാൻ തയ്യാറാണോ? ഇന്ന് സുവിശേഷത്തെ എതിർക്കുന്നവന്റെ വീട്ടില്, എതിരാളിയുടെ അടുക്കല് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവിടാതെ സ്തോത്രം ചെയ്ത് നടക്കാൻ തയ്യാറായാൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിന്റെ കണ്ണടയുന്നതിന് മുൻപേ ഒരു സൈന്യത്തെ, യേശുവിന് വേണ്ടി ഒരു സൈന്യത്തെ, സഭയ്ക്ക് വേണ്ടി ഒരു സൈന്യത്തെ, ആരാധനയ്ക്ക് വേണ്ടി ഒരു സൈന്യത്തെ, സുവിശേഷത്തിന് വേണ്ടി ഒരു സൈന്യത്തെ നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ ഗ്രാമത്തിൽ നിന്ന്, നിന്റെ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ എന്റെ കർത്താവിന് ഇന്നലെ കഴിവുണ്ടായിരുന്നു, ഇന്ന് കഴിവുണ്ട്, നാളെയും കഴിവുണ്ടായിരിക്കും. ചിതറിപ്പോയിട്ടുണ്ടോ? മക്കൾ കൃപയിൽ നിന്ന് ചിതറിപ്പോയിട്ടുണ്ടോ? ആത്മീകമായി ഉണങ്ങിപ്പോയിട്ടുണ്ടോ? ഇന്ന് വേദനാജനകമാണോ? അവർ നിങ്ങളെ തുറിച്ചു നോക്കുകയാണോ? ഇപ്പോൾ ചുറ്റി നടക്കാൻ ഇടവിടാതെ സ്തോത്രത്തോടെ, ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ ചുറ്റി നടക്കാൻ തയ്യാറായാൽ ഇന്ന് നീ നഷ്ടപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതിനെ ദൈവം അടുപ്പിക്കും. അത് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും അത് കുടുംബ ജീവിതത്തിലാണെങ്കിലും ഇന്ന് അകന്നുപോയി എന്ന് നിനക്ക് തോന്നുന്നത് ഒന്നും അകന്നുപോയിട്ടില്ല. അവൻ അതിനെ അടുപ്പിക്കും, അവൻ അതിനെ ഒന്നാക്കും.
ഉണ്ടാക്കും, അവനതിനെ എഴുന്നേൽപ്പിക്കും, അവനതിനെ ഒരു സൈന്യമാക്കും, അവൻ നിനക്കൊരു അഭിമാനമാക്കി അതിനെ മാറ്റും. ഒന്ന് മാത്രം ചെയ്താൽ മതി, ചുറ്റി ചുറ്റി നടക്കണം. ഹല്ലേലൂയ. ചുറ്റി ചുറ്റി നടക്കണം. ഈ തലയോട്ടി കണ്ടുകൊണ്ട്, ഈ ഉണങ്ങിയ അസ്ഥികൾ കൊണ്ടുകൊണ്ട്, ഇന്ന പാർഷയുടെ സഭയിലെ വിശ്വാസിയല്ലേ, ഇന്ന പ്രാസംഗിന്റെ മകനല്ലേ മകളല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ നിനക്ക് മറുപടി ഉണ്ടാകുകയില്ല. ആ പറഞ്ഞവരുടെയും നിന്റെയും കണ്ണിന്റെ മുൻപിൽ അവർ അനുഗ്രഹിക്കപ്പെടത്തക്ക നിലയിൽ നീ ഒറ്റ കാര്യം ചെയ്താൽ മതി. കണ്ണുനീരോടെ ഇടവിടാതെ സ്തോത്രം ചെയ്ത് ഒന്ന് ചുറ്റി ചുറ്റി നടക്കാൻ തയ്യാറായാൽ, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ, ബാക്കി കാര്യങ്ങൾ നമ്മുടെ കർത്താവ് ചെയ്തുകൊള്ളും. ഇവിടെ ഈ എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ ഇതിനൊരു അക്ഷരാർത്ഥത്തിൽ ഒരു അർത്ഥമുണ്ട്. അതിൻ്റെ വ്യാഖ്യാനം തന്നെ 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുമുണ്ട്. അതിതാണ്, ഞാൻ വായിക്കാം. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്ത മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമാകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു, ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ നിങ്ങളെ ശവക്കുഴിയിൽ തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ട് തന്നെ ചെയ്യും. അങ്ങനെ എൻ്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയാ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചും ഇരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ യഹൂദയോടുള്ള പ്രവചനമാണ്. ഈ ബൈബിളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു നിരീശ്വരനും യുക്തിവാദിക്കും ഖണ്ഡിക്കുവാൻ കഴിയാത്ത ഒരു സമൂഹമാണ് ഇസ്രായേൽ. ആ ക്ലോക്കിലൂടെ നമുക്ക് സകല ഭാവിയും കണ്ടെത്താനായിട്ട് കഴിയും. കാരണം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിൽ നിറവേറുക. BC 1500 മോശയിലൂടെ ദൈവം പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പ്രമാണങ്ങളും കൽപ്പനകളും ലംഘിച്ചാൽ ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റം വരെ ഞാൻ ചിതറിച്ചു കളയും. ഇത് ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 64-ാം വാക്യം. നിങ്ങൾ വെറുതെ എഴുതിയിട്ടു, പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. BC 1500 ഇത് പറയുമ്പോൾ ഇസ്രായേൽ ഒരു രാജ്യമായിട്ടില്ല, കനാൻ നാട് അവർക്ക് കിട്ടിയിട്ടുമില്ല. അവർ മോശയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിലേക്ക് പോകുന്നതേ ഉള്ളൂ. അവർ പിന്നെ അങ്ങോട്ട് എതിർപ്പെടാനാ? ഈ പ്രവചനം അന്ന് വായിച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാകില്ല. പക്ഷെ ദൈവം നേരത്തെ പറയുക, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറയാം. നിങ്ങൾ കനാൻ നാട്ടിൽ ചെല്ലും, നിങ്ങൾക്കവിടെ വീടുകൾ ഉണ്ടാകും, കുതിരകൾ ഉണ്ടാകും, തേരുകൾ ഉണ്ടാകും, നിങ്ങൾക്ക് ആലയമുണ്ടാകും, നിങ്ങൾക്ക് രാജ്യമുണ്ടാകും, നിങ്ങൾക്ക് രാജാക്കന്മാരുണ്ടാകും, നിങ്ങൾക്ക് സൈന്യമുണ്ടാകും, നിങ്ങൾക്ക് മക്കളുണ്ടാകും, നിങ്ങൾ ശക്തരാകും. എന്നാൽ ഇത് തന്ന എൻ്റെ കൽപ്പനകളെ നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങളെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെയും ചിതറിച്ചു. അങ്ങനല്ലേ ആ വാക്യം? ഈ പ്രവചനം കേട്ട ഇസ്രായേൽ മക്കൾ ജോഷുവയുടെ നേതൃത്വത്തിൽ കനാൻ നാട്ടിൽ ചെന്നു. ശൗൽ അവരുടെ ആദ്യത്തെ രാജാവായി, ദാവീദ് അവരുടെ രാജാവായി, ശലോമോൻ രാജാവായപ്പോൾ അവർ മതപരമായും സൈന്യമായിട്ടും ഇന്നത്തെ റഷ്യയേക്കാൾ, ഇന്നത്തെ അമേരിക്കയേക്കാൾ അന്നത്തെ കാലത്ത് ലോകത്തിൽ പ്രസിദ്ധരായി. ഇന്നേക്ക് 3000 വർഷം മുൻപ്. സൈന്യസമേതമായ സുശക്തമായ ഒരു രാജ്യം, പുരോഹിതന്മാരുള്ള ഒരു വലിയ മതം, വിദ്യാസമ്പന്നർ, ബുദ്ധിമാന്മാർ,
ധനികന്മാരായിട്ടുള്ള ജനങ്ങൾ. അന്ന് ഭൂമിയിൽ ഏറ്റവും വലിയ ധനികരും ഏറ്റവും വിദ്യാഭ്യാസമുള്ളവരും ഏറ്റവും സൗന്ദര്യമുള്ളവരും ഏറ്റവും സംഘടിതമായ സുശക്ത ബലമുള്ളൊരു സമൂഹമായിട്ട് ശലോമോന്റെ കാലത്തിൽ എല്ലാ തലങ്ങളിലും അവർ ഉയർന്നു. എന്നാൽ കാലങ്ങൾ കുറെ കഴിയും തോറും അവർ ജീവനുള്ള ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ലെങ്കിലും വ്യഭിചാരത്തിലൂടെ, കള്ളം പറയുന്നതിലൂടെ, അനീതിപരമായി പണം സമ്പാദിക്കുന്നതിലൂടെ, ദൈവത്തെ ആരാധനയിലൂടെ അതിൻ്റെ യോഗ്യമാവണ്ണം ആരാധിക്കാതെ അപമാനിക്കുന്നതിലൂടെ അവർ ദൈവത്തെ ദുഃഖിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവരുടെ പുരോഹിതന്മാരും അത് ചെയ്തു, അവരുടെ പ്രവാചകന്മാരും അത് ചെയ്തു, അവരുടെ രാജാക്കന്മാരും അത് ചെയ്തു. കാലങ്ങൾ, വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 340ഓളം വർഷങ്ങൾ നീണ്ടു നിന്നൊരു രാജ്യം, 20ലധികം ഭരണകർത്താക്കൾ. സിദക്കിയാവിന്റെ കാലം വന്നപ്പോൾ അവിടുന്ന് ഒരു 1500 മൈൽ അകലെ ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് ഒരു 90 കിലോമീറ്റർ അപ്പുറേ ബാബിലോണിൽ നിന്ന് സദാമിന്റെ വല്യപ്പനായിരുന്ന നെബൂഖദ്നേസർ സൈന്യസമേതനായി കടന്നു വന്നു. ഇരമ്യാവുള്ള കാലമാണ്, എസെക്കേലുള്ള കാലമാണ്. അവരൊക്കെ ഇത് പ്രവചിച്ചതാണ്. സിദക്കിയാവ് കേട്ടില്ല. അയാൾ അടുക്കളവാതിൽ വഴി ജുഡീയൻ മരുഭൂമിയിലൂടെ കുമ്രാൻ മലനിരകളിലേക്ക് രക്ഷപ്പെടേണ്ടതിന് ഓടി. ഇറാഖി പട്ടാളക്കാർ അയാളെ അനുഗമിച്ചു. ഇത് BC 586. ജെരിക്കോവിന്റെ സമതല പ്രദേശത്ത് വെച്ച് യഹൂദയുടെ രാജാവിനെ അറസ്റ്റ് ചെയ്തു. കുടുംബസമേതം നെബൂഖദ്നേസറിന്റെ മുൻപിൽ കൊണ്ടുവന്നു. ആദ്യമായിട്ട് ചക്രവർത്തി ആ പിതാവിന്റെ കണ്ണിന്റെ മുൻപിൽ ആ മക്കളെ വെട്ടിക്കൊന്നു. അതിനുശേഷം അയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചു. അയാളെ ചങ്ങലയിട്ട് യിരെമ്യാവ് പ്രവചിച്ചതുപോലെ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ദേവാലയം കത്തിച്ചു. 5400 ഉപകരണങ്ങൾ അയാൾ എടുത്തുകൊണ്ടുപോയി. അയാളുടെ ദേവനായ മർദൂക്കിന്റെ ക്ഷേത്രത്തിന്റെ നടയിൽ കൊണ്ടുപോയി സമർപ്പിച്ചു. ഇറാഖുമായിട്ട് യഹൂദരാഷ്ട്രം അനക്സ് ചെയ്യപ്പെട്ടു. ദാവീദ് ഭരിച്ച, ശലോമോൻ ഭരിച്ച 340ലധികം വർഷം നീണ്ടു നിന്ന. യിരെമ്യാവ് ഈജിപ്തിലേക്ക് പോയി, എസെക്കേൽ ഇറാഖിലേക്ക് പോയി. അവിടെ വെച്ച് പുള്ളി പറഞ്ഞ പ്രവചനമാണിത്. അവർ ലോകം മുഴുവൻ ചിതറപ്പെട്ടു പോയി. ഈ ചരിത്രത്തിൽ നിന്ന് ഞാനും നിങ്ങളും ഒരു പാഠം ഉൾക്കൊള്ളണം. സ്വർഗം നൽകിയത് മറന്ന് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു പോയാൽ ഉണങ്ങിപ്പോകും, ചിതറിപ്പോകും, എഴുന്നേൽക്കാൻ കഴിയാതെ പോകും. ഇതെനിക്ക് നിങ്ങൾക്കും ഒരു പാഠമാകണം. എന്നാൽ BC 1500 തന്നെ ദൈവം മറ്റൊരു പ്രവചനം കൂടി നടത്തി ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ. അതെങ്ങനെയാണ്? ലേവ്യ പുസ്തകം 26:44 അത് എഴുതിയിട്ടുണ്ട്. എങ്കിലും ഇസ്രായേൽ ശത്രുക്കളുടെ മുൻപിൽ ഇരിക്കുമ്പോൾ അവർ മുടിഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഹിസ്റ്ററി നമ്മൾ പഠിച്ചാൽ ഈ ബൈബിൾ താഴെ വെക്കുകയല്ല. വേൾഡ് ഹിസ്റ്ററിയും ബൈബിളുമായിട്ട് നിങ്ങൾ ഇരിക്കണം. ലോക ചരിത്രത്തിൽ യഹൂദൻ നേരിട്ട പോലുള്ള പീഡ അമേരിക്കക്കാർക്കുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ അമേരിക്കക്കാരനെ ഈ ഭൂമി കാണുകയില്ലായിരുന്നു. ഇന്ത്യക്കുണ്ടായിരുന്നെങ്കിൽ ഒരൊറ്റ ഇന്ത്യക്കാരനും ഇവിടെ ഉണ്ടാകുകയില്ലായിരുന്നു. റഷ്യക്കുണ്ടായിരുന്നെങ്കിൽ ഒരു റഷ്യക്കാരനും ഈ ഭൂമിയിൽ ഉണ്ടാകുകയില്ലായിരുന്നു. ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രയേലിന് ആയുധമില്ലാതിരിക്കുമ്പോൾ 60 ലക്ഷം പേരെയാണ് ഹിറ്റ്ലർ കൊന്നത്. ലോകത്തിലെ, കേരളം ഒഴികെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവർ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ അവൻ മുടിഞ്ഞു പോയില്ല. മുടിഞ്ഞു പോയാൽ ബൈബിൾ പ്രവചനം തെറ്റുകയല്ലേ? ഇപ്പം ഗസയിലുള്ളവരെ മുടിച്ചു കളയാനാ നോക്കിയ. അതിനെക്കുറിച്ചും പ്രവചനമുണ്ട്. അതൊന്ന് വായിച്ചു വിട്ടോ നിങ്ങൾ. ആമോസിന്റെ പ്രവചനം. ഞാൻ ഇപ്പം നിർത്തുന്ന കാര്യമാണ് പറഞ്ഞത്.
എപ്പോഴാണ് പറഞ്ഞത് ഞാൻ നിർത്തുമെന്ന് പറഞ്ഞത്? അപ്പം വായിച്ചോട്ടെ. അപ്പം ആൾക്കാർക്ക് പോകാനുള്ളവർക്കേ പോകാനൊരു അവസരത്തിന് വേണ്ടി സമയം പറയാം. പേടിക്കണ്ട കേട്ടോ, ഞാൻ അത്രയും സമയം ഒന്നും എടുക്കുകയില്ല. ഞാൻ നിർത്താൻ പോവുകയാണ്. ആമോസിൻ്റെ പ്രവചനം 1:6 ഞാൻ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളത് എഴുതിയിടണേ. ഇത് പിന്നെ നിങ്ങൾ ഞാൻ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഗസ്സയുടെ, ബൈബിളിലെ പ്രവചനമൊക്കെ അങ്ങനെ ക്ലിയർ ആണ് കേട്ടോ, പേരൊക്കെ. ഗസ്സയുടെ 3-4 അതിക്രമം നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആ സകലം കൊണ്ടുപോയിരിക്കുകയാൽ. അപ്പം ഗസക്കാരുടെ ഒരു പരിപാടി എന്താ? ആൾക്കാരെ ബദ്ധന്മാരായി കൊണ്ടുപോവുക. പണ്ടും അവർ ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 7-നും അത് ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയി, ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുപോയി അവിടെ വാദപ്രതിവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടിരിക്കുകയാൽ 7-ാം വാക്യം, ഞാൻ ഗസയുടെ മതിലിനകത്തൊരു തീ അയക്കും, അതതിൻ്റെ അരമനകളെ ദഹിപ്പിച്ച് കളയും. ഈ പ്രവചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി ഇനി വല്ലയിടത്തും പോകണോ? കറക്റ്റല്ലേ? കറക്റ്റല്ലേ? ഇന്ന് ഗസയിൽ നടക്കുന്ന കാര്യം ശരിയോ തെറ്റോ ഒന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു. ഇന്നേക്ക് 2500-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഗസയോടുള്ള ആ ദൂത് ഇന്ന് നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുക. അക്ഷരാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. അത് ശരിയോ തെറ്റോ എന്നുള്ള വാർത്തകളെല്ലാമാണ് പറയുന്നത്. പക്ഷെ അത് കാണുമ്പോൾ ഞാൻ ഓർക്കും, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് പറഞ്ഞെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇത്രയും പേരവരെ മുടിക്കാൻ നോക്കിയിട്ടും അവരെന്ത് ചെയ്തില്ല? മുടിഞ്ഞില്ല. മുടിഞ്ഞാൽ ഒക്കെയല്ലോ പ്രവചനം നിറവേറണ്ടേ? അപ്പം ഞാനും നിങ്ങളും മുടിഞ്ഞു പോകാതിരിക്കുന്നതും ഇപ്പോൾ ജീവിക്കുന്നതിൻ്റെയും രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, കയ്യിലിരിപ്പ് നല്ലതായതുകൊണ്ടല്ല, നമ്മളോടോ നമ്മുടെ മാതാപിതാക്കളോടോ ഇവൻ മുടിഞ്ഞു പോകുകയില്ലെന്നൊരു വാക്തത്വമുണ്ട്. അതുകൊണ്ട് ഈ ഉണങ്ങിയ അസ്ഥിക്ക് മുടിഞ്ഞു പോകാനൊക്കെയില്ല. ഇത് ഉണങ്ങിപ്പോയെങ്കിലും, ഇത് ചിതറിപ്പോയെങ്കിലും, ഇത് നശിച്ചു പോകുവാനൊക്കെയില്ല. അതിനൊരു പ്രതീക്ഷയുണ്ട്. കരമടിച്ച് നീ പ്രാർത്ഥിച്ചു വാങ്ങിയതാണെങ്കിൽ, നീ പ്രാർത്ഥിച്ച് നേടിയതാണെങ്കിൽ, ദൈവം അരുളി ചെയ്തതാണെങ്കിൽ, ഇപ്പോൾ അത് ഉണങ്ങിക്കിടക്കുകയാണെങ്കിലും, ഇപ്പോൾ അത് ചിതറിക്കിടക്കുകയാണെങ്കിലും, ഇപ്പോൾ അത് മാറിപ്പോയതാണെങ്കിലും അത് നശിച്ചു പോകുകയില്ല. കാരണം ദൈവത്തിന്റെ വാഗ്ദത്തം അവിടെ കിടക്കുകയാണ്. ആ മുടിയൻ പുത്രൻ പന്നികളുടെ ഇടയിൽ മരിച്ചു പോകുകയില്ല, അവൻ തകർന്നു പോകുകയില്ല. അവന്റെ പിതാവിനോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. അതുകൊണ്ട് അവൻ മടങ്ങി വരിക തന്നെ ചെയ്യും. എഴുതിത്തള്ളുകയൊന്നും വേണ്ട. അടുത്ത എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വലിയൊരു പ്രവചനം, യെശക്കേൽ പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഇറാഖിൽ അദ്ദേഹം 22 വർഷം ഉണ്ടായിരുന്നു ഈ പ്രവാസകാലത്ത്. പുള്ളി ഈ പ്രവചനം, നമ്മൾക്ക് ഈ അസ്ഥി എന്ന് പറഞ്ഞാൽ പുള്ളി അസ്ഥി നേരെ കാണുക, അവരുടെ ഇടയ്ക്കാണ് താമസിക്കുന്നത്. നമ്മൾ കാണുന്ന പോലെ പുള്ളി ഇവരുടെ ഇടയ്ക്കാണ് ശുശ്രൂഷിക്കുന്നത്. 22 വർഷം അക്ഷരാർത്ഥത്തിൽ ചെയ്ത കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. അദ്ദേഹം പറയുന്ന ഒരു പ്രവചനമുണ്ട്. അദ്ദേഹം ഒത്തിരി പ്രവചനം പറയുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന ഈ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ ഇപ്പോൾ നടക്കുന്ന ആ യുദ്ധം എവിടെ ചെല്ലും എന്നുള്ളത് 38-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന യുദ്ധവുമായിട്ടുള്ള ബന്ധത്തിൽ ആ യുദ്ധം എവിടെ കൊണ്ടെത്തിക്കും എന്നുള്ളത് 38-ൽ പറഞ്ഞിട്ടുണ്ട്. 48-ലെ കാര്യം അദ്ദേഹം 36-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. 1948-ൽ നടക്കേണ്ട കാര്യം അദ്ദേഹം 36-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരു വാക്യം ഒന്ന് വായിച്ചു വിട്ടേരെ. യെശക്കേൽ പ്രവചനം 11:17. യെശക്കേൽ പ്രവചനം 11:17. ആകയാൽ നീ പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച്, ഇന്ന് ശ്രദ്ധിച്ചു നോക്കി, നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. ആ പ്രവചനം വ്യാഖ്യാനം വല്ലതും വേണോ? ബൈബിൾ പ്രവചനം അങ്ങനെയാണ്, വളരെ ക്ലിയറാണ്. നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങളെ കൂട്ടിച്ചേർക്കും. ഇത് യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ബുദ്ധിമുട്ടാണ്. ഉദാഹരണമായിട്ട്, നിങ്ങൾ പലരും കേരളത്തിൽ നിന്ന് ഈ തമിഴ്നാട്ടിൽ വന്ന് താമസിക്കുന്നുണ്ട്. ഇനി ഒരു 50 വർഷം കഴിഞ്ഞ് നിങ്ങളിവിടെ വന്നു, നിങ്ങളുടെ മക്കൾ ഇവിടെ ജനിച്ചു, അവരിവിടെ വിവാഹം കഴിച്ചു. ഒരു 50 വർഷം കഴിഞ്ഞ്
ഇവർ കേരളത്തിലേക്ക് വരുമോ? കേരളത്തിൻ്റെ എന്തെങ്കിലും അവരിലുണ്ടാവുമോ? നിങ്ങൾക്കുണ്ട്. ഒരു 3 തലമുറ കഴിയുമ്പം മലയാളം അറിയുമോ? അറിയുമോ? ഇല്ല. ഇന്ത്യയിലെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പിള്ളേർ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ടല്ലോ. അവർ ഇപ്പം തന്നെ ഒരു തലമുറ പോലും ആയില്ല, തീർന്നു ഇല്ലേ? അവരവിടെ വിവാഹം കഴിച്ചു, അവർക്ക് മക്കളുണ്ടായി. അവരാരേലും വരുമോ? ഇവിടെ വരുമോ? അങ്ങനെയാണെങ്കിൽ 2500 വർഷമായി കേരളം ഉൾപ്പെടെ, അമേരിക്ക ഉൾപ്പെടെ, കാനഡ ഉൾപ്പെടെ, റഷ്യ ഉൾപ്പെടെ, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ, ലോകം ഉൾപ്പെടെ മുഴുവൻ ചെതറിപ്പോയ 2500 വർഷമായിട്ട് ജീവിക്കുന്നവർ, അവിടുത്തെ ഭാഷ പഠിച്ച് അവിടുത്തെ സിറ്റിസൺഷിപ്പായിട്ട് ജീവിക്കുന്നവർ 2500 വർഷം മുൻപ് എൻ്റെ വല്യപ്പൻ താമസിച്ച സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് ആരേലും പോവുമോ? അങ്ങനെ ആരേലും ഉണ്ടായിരിക്കുമോ? എന്നാൽ 2500 വർഷങ്ങൾക്ക് മുൻപ് ചിതറിപ്പോയ ഇസ്രായേൽ മക്കൾ AD 1948 മെയ് മാസം 14-ാം തീയതി ഇസ്രായേൽ രാജ്യമെന്ന പേരിൽ തന്നെ അവരിന്ന് ജീവിക്കുന്നില്ലേ? ഇല്ലേ? ഇതിനെ ആർക്കെങ്കിലും കണ്ടിക്കാൻ ഒക്കുമോ? ആർക്കെങ്കിലും കണ്ടിക്കാൻ ഒക്കുമോ? ഇതാണ് നമ്മുടെ ദൈവം. ഉണങ്ങിയ അസ്ഥികൾ, താഴ്വരകൾ, ബന്ധം വിട്ട് ലോകം മുഴുവൻ ചെതറിക്കിടക്കുക. ഇപ്പം കേരളത്തിൽ ആകപ്പാടെ ഉണ്ടായിരുന്ന എല്ലാവരും തിരിച്ചു പോയി. ഒരമ്മച്ചി ഉണ്ടായിരുന്ന പുള്ളിക്കാരി അടുത്ത സമയത്ത് മിനിഞ്ഞാന്ന് മരിക്കുകയും ചെയ്തു. ഇന്നലെയാണെന്ന് തോന്നുന്നു. ഇന്നലെ പുള്ളിക്കാരി മരിച്ചു. ഒക്കെ എല്ലാം പോയി. കേരളത്തിൽ കൊച്ചിയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നവർ എല്ലാം പോയി. അമേരിക്കയിലുള്ളവർ 2600 വർഷം മുൻപ് പറയുകയാണ്, നീ ചിതറിപ്പോയ സ്ഥലങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ കൂട്ടിച്ചേർത്ത് നിനക്ക് ഏത് ദേശം തരുമെന്നാ? അമേരിക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉഗാണ്ടായും ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ കൊടുക്കാനൊരു റഷ്യ ഉൾപ്പെടെ ഒരു ആലോചന ഉണ്ടായിരുന്നു. അവർ പോയില്ല. അന്ന് പലസ്തീനേക്കാൾ മനോഹരമായ സ്ഥലം വാഗ്ദത്തമായിട്ട് അവർ കിട്ടിയതാണ് സയോണിസ്റ്റുകൾക്ക്. പക്ഷെ അവർ ഇസ്രയേൽ ദേശം തന്നെ എടുത്തു, ആ പേര് തന്നെ എടുത്തു. എന്നിട്ട് അവരെ ആരാക്കി? നമ്മളിവിടെ 15-ാം വാക്യത്തിൽ എന്താ വായിച്ചത്? അവരൊരു സൈന്യമായി. ഒരു അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? കേരളത്തിൻ്റെ പകുതി പോലും ഇല്ല, തമിഴ്നാടിൻ്റെ കാൽഭാഗമേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇറാൻ വിറയ്ക്കുകയല്ലേ? ഇല്ലേ? ലെബനോൻ വിറയ്ക്കുകയല്ലേ? സിറിയ വിറയ്ക്കുകയല്ലേ? ഇവിടെ കിടന്ന ആൾക്കാർ ഇപ്പം ചാവും ചുട്ടുമെന്ന് പറഞ്ഞൊക്കെ ചുട്ടുമെന്നൊക്കെ പറഞ്ഞാലും അവനെ അനക്കാൻ ഒക്കുന്നുണ്ടോ? അവൻ അനങ്ങുന്നുണ്ടോ? ആൾക്കാർ ഓരോ കാര്യം പറയുന്നുണ്ട്. ഇപ്പം എന്താർക്കും പൊടിച്ചു കളയും, ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ അനങ്ങുന്നുണ്ടോ? എന്താ? അവൻ്റെ സൈന്യത്തെ എല്ലാവർക്കും പേടിയല്ലേ? ഇറാൻ ഇപ്പം വിഴുങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്താ അങ്ങെടുത്ത് ചാടാതിരിക്കുന്നത്? ഇവൻ കരിച്ചു കളയുന്നവനറിയാം, ഇവൻ്റെ സൈന്യം ശക്തമാണ്. അവൻ ടെഹ്റാനിൽ കയറി അടിച്ചില്ലേ? അവൻ്റെ സൈന്യത്തിൻ്റെ ബലം എല്ലാവർക്കും, മൊസാദിനെ എല്ലാവർക്കും ഭയമല്ലേ? ഞാനതിനെ ഒന്നും ന്യായീകരിക്കുകയല്ല. ഞാൻ ഇസ്രായേലിൻ്റെ പക്ഷത്തുമല്ല, പലസ്തീൻ്റെ പക്ഷത്തുമല്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ പക്ഷത്താണ്. ഞാൻ ബൈബിളിൻ്റെ പക്ഷത്താണ്. ബൈബിൾ പറയുന്ന കാര്യം നിറവേറുന്നു എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഹല്ലേലൂയ! അവരെ ഒരു സൈന്യമാക്കുമെന്ന് ദൈവം പറഞ്ഞത് നമ്മുടെ കണ്ണിന്റെ മുൻപിൽ നിറവേറിയില്ലേ? എന്നാൽ 1948 മുൻപ് അവൻ ചിതറിക്കിടന്ന അസ്ഥിയല്ലേ? ഉണങ്ങിപ്പോയ അസ്ഥിയല്ലേ? ബന്ധമില്ലാതിരുന്ന അസ്ഥിയല്ലേ? സമയത്തിനുള്ളിൽ അവനെ കൂട്ടിച്ചേർത്ത് അവനെ ഒരു സൈന്യമായി നിർത്തിയെങ്കിൽ പുതിയ നിയമ ഇസ്രായേലാകുന്ന എന്നെയും നിങ്ങളെയും, ഹല്ലേലൂയ, പുതിയ നിയമ ഇസ്രായേലാകുന്ന എന്നെയും നിങ്ങളെയും ചുറ്റി നടക്കുവാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഉപവസിക്കാൻ തയ്യാറായാൽ, ആരാധിക്കാൻ തയ്യാറായാൽ, ഏത് ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് ശക്തിയുണ്ടെന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, പ്രവചിക്കാൻ തയ്യാറായാൽ, ലജ്ജ കൂടാതെ സുവിശേഷം പറയാൻ തയ്യാറായാൽ, നമ്മുടെ കണ്ണിന് മുൻപിൽ ദൈവം ഒരു സൈന്യം ഉയർത്തുകയില്ലേ? നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ ഗ്രാമത്തിൽ നിന്ന്, എതിരാളികളുടെ മധ്യത്തിൽ നിന്ന് നമ്മുടെ സഭയെ ദൈവം ഉയർത്തുകയില്ലേ? അതിന് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? മുൻവിധികളെല്ലാം വിടുക. ഏത് അസ്ഥിക്കൂട്ടമാണെങ്കിലും കർത്താവ് പറഞ്ഞാൽ ധൈര്യമായി പൊക്കോളൂ.
ഇവിടെ ദൈവത്തിന്റെ അഭിഷക്തൻ പറഞ്ഞ പോലെ ഇടവിടാതെ സ്തോത്രം ചെയ്തുകൊണ്ട് ചുറ്റി ചുറ്റി നടക്കുക. എന്നിട്ട് കർത്താവ് ഇടയ്ക്ക് ദൂത് പറയുമ്പോൾ അത് കണ്ണടച്ചൊരു ഭോഷനെ പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിന്റെ കണ്ണിന്റെ മുൻപിൽ ഞരമ്പ് വരുന്ന നീ കാണും. നിന്റെ കണ്ണിന്റെ മുൻപിൽ ത്വക്ക് വരുന്ന നീ കാണും. നിന്റെ കണ്ണിന്റെ മുൻപിൽ മാംസം വരുന്ന നീ കാണും. നിന്റെ കണ്ണിന്റെ മുൻപിൽ അവർ എഴുന്നേൽക്കുന്ന നീ കാണും. നിന്റെ കണ്ണിന്റെ മുൻപിൽ അവർ സൈന്യമായി തീരുന്നത് നീ കാണും. നീ കാണും. നീ കാണും. നീ കാണും. ഞാൻ കാണും. നമ്മൾ കാണും. നമ്മൾ കാണും. ഹല്ലേലൂയ. 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 ഞങ്ങൾ പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. മുൻവിധി കൂടാതെ കർത്താവ് പറയുന്നിടത്തേക്ക് പോകാൻ തയ്യാറാകുന്നവർ, ചുറ്റി ചുറ്റി പ്രാർത്ഥനയോടുകൂടി നടക്കാൻ തയ്യാറാകുന്നവർ ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റോട്ടെ. മടി കൂടാതെ എഴുന്നേറ്റോട്ടെ. കാലങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, ആൾക്കാർ പറയുന്ന എന്തുമായിക്കൊള്ളട്ടെ, ചരിത്രം എന്തുമായിക്കൊള്ളട്ടെ, അതിന് കാരണം എന്തു തന്നെയുമായിക്കൊള്ളട്ടെ, ഞാൻ ദൈവം അയക്കുന്ന താഴ്വരയിൽ പോകും. ഞാൻ സ്തോത്രം പറഞ്ഞ് ഇടപെടാതെ ചുറ്റി ചുറ്റി നടക്കും. സ്വർഗം എന്നോട് പറഞ്ഞത് ഞാൻ അരുളി ചെയ്യും. ഒന്നെല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. ഈ ദൂത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. കർത്താവേ, നീ അയക്കുന്നിടത്ത് ഞാൻ പോകാം. നീ പറയുന്നത് ഞാൻ പറഞ്ഞുകൊള്ളാം. ഒരു ഭോഷനെ പോലെ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ത്വക്ക് സംബന്ധമായി, നിങ്ങളുടെ മാംസം സംബന്ധമായി, നിങ്ങളുടെ അസ്ഥി സംബന്ധമായി, നിങ്ങളുടെ നേർസ് സംബന്ധമായി പ്രശ്നങ്ങളുണ്ടോ? കർത്താവിന് മാറ്റം വരുത്താനായിട്ട് കഴിയും. നീ ഒന്ന് ചുറ്റി നടക്കാൻ തയ്യാറായാൽ ഈ നിമിഷം അത് സംഭവിക്കാൻ പോകുകയാണ്. നീ അത് വിശ്വസിക്കുക. ചിതറിപ്പോയിട്ടുണ്ടോ? നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ബന്ധം വിട്ടുപോയിട്ടുണ്ടോ? അതിൽ വേദനിക്കുന്ന വ്യക്തിയാണോ? അതിനെ ദൈവം മടക്കി വരുത്താൻ പോകുകയാണ്. അതിനെ ദൈവം യോജിപ്പിക്കാൻ പോകുകയാണ്. നീ ഒന്ന് വിശ്വസിക്കുക. ശുശ്രൂഷയിൽ തളർന്നിരിക്കുകയാണോ? ഉപവസിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും സഭയ്ക്കൊരു വളർച്ചയില്ലാതിരിക്കുകയാണോ? ദൈവം ഒരു സൈന്യമാക്കും എന്നൊന്ന് വിശ്വസിക്കുക. അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് അല്പസമയം ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി
ഇന്ന് രാത്രിയിൽ ശക്തമായ ദൈവ സാന്നിധ്യം ഈ ഹോളിന്റെ അകത്തളങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ നിമിഷങ്ങളാണ്. ദൈവത്തിന്റെ ദാസനിലൂടെ കേൾക്കപ്പെട്ട ആ വചനം പ്രവചിച്ചപ്പോൾ അതിൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ അതേ ദൈവവചനം ഈ പട്ടണത്തിൽ, ഈ ഓഡിറ്റോറിയത്തിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ബന്ധം വിട്ടത് കൂട്ടിച്ചേർക്കുകയാണ്. മാംസം പൊതിയുകയാണ്, ത്വക്ക് പൊതിയുകയാണ്. ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് വിധി എഴുതിയതിനെ സ്വർഗം തിരികെ കൊണ്ടുവരികയാണ്. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആത്മാവിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ രോഗക്കെട്ടുകൾ അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരാശകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രതിസന്ധികൾ മാറട്ടെ. ഒരാത്മീകമായ തിരിച്ചുവരവ്, ഒരാത്മീകമായ തിരിച്ചുവരവ് ഇതിനകത്ത് സംഭവിക്കുകയാണ്. ദേശത്ത് ശിഥിലമായ ചിലതിനെ സ്വർഗം ഇന്ന് രാത്രി തിരികെ കൊണ്ടുവരികയാണ്. ബന്ധം വിട്ട ചിലതിനെ സ്വർഗം ഇന്ന് രാത്രി തിരികെ കൊണ്ടുവരികയാണ്. ആത്മമണ്ഡലത്തിൽ ഒരു യുദ്ധം നടക്കുക, ആത്മമണ്ഡലത്തിൽ ഒരു യുദ്ധം നടക്കുക. ശരീരത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, അന്തരാത്മാവിലേക്ക് ഒരു ദൈവശക്തിയുടെ വ്യാപാരം. സ്വർഗം ചിലതിനെ പുറത്തു കൊണ്ടുവരുന്നു, സ്വർഗം ചിലരെ പുറത്തു കൊണ്ടുവരുന്നു, സ്വർഗം ചിലരെ പുറത്തു കൊണ്ടുവരുന്നു. അപ്പാ, ഇന്ന് രാത്രി ഞങ്ങളുടെ ജനത്തെ കർത്തകരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഇവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഇവിടെ വീശി അടിക്കുന്ന ആ ആത്മാവിന്റെ കാറ്റിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് രാത്രി ഈ ഹോളിനകത്തു മാത്രമല്ല, ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും ആ ദൈവശക്തിയുടെ വ്യാപാരം വ്യാപരിച്ചു തുടങ്ങിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ചിതറിപ്പോയ ചിലത്, ബന്ധം വിട്ട ചിലത്, മാംസം പോയ ചിലത് ത്വക്ക് വരട്ടെ, മാംസം പൊതിയട്ടെ. ഇന്ന് രാത്രി ബന്ധം വിട്ടതിന് ബന്ധത്തിലേക്ക് തിരിച്ചു വരട്ടെ. ഒരാത്മാവിന്റെ കാറ്റ് ഇന്ന് രാത്രി ഈ താഴ്വരയിൽ വീശുന്നതിനാണ് മഹത്വം. ഇന്ന് രാത്രിയില് ഈ സമയത്ത് തന്നെ ചിലർ സൗഖ്യം പ്രാപിക്കുകയാണ്. ഈ നിമിഷം തന്നെ ചിലർ സൗഖ്യം പ്രാപിക്കുകയാണ്. ശരീരത്തിൽ ആ സൗഖ്യം ചിലർ അനുഭവിക്കുകയാണ്. നാളുകളായി ശരീരത്തിൽ അലട്ടിയ ആ രോഗത്തിന്റെ കെട്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അഴിയുകയാണ്. ചില കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയ, ചില ബന്ധങ്ങളെ ശിഥിലമാക്കിയ അന്ധകാര വ്യാപാരങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ തകരുക. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ചില തലമുറകളെ സ്വർഗം തിരികെ കൊണ്ടുവരുന്ന രാത്രി, ചില തലമുറകളെ സ്വർഗം തിരികെ കൊണ്ടുവരുന്ന രാത്രിയാണ്. ചില കുടുംബ ബന്ധങ്ങളെ സ്വർഗം തിരികെ കൊണ്ടുവരുന്ന രാത്രിയാണ്. ചില ആത്മീക വരങ്ങളെ സ്വർഗം തിരികെ കൊണ്ടുവരുന്ന രാത്രിയാണ്. രാത്രി കർത്താവ് വലിയ അത്ഭുതം ഞങ്ങളുടെ ചെയ്തിരിക്കാനുള്ള സ്തോത്രം. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു രാത്രിയാക്കി നിന്ന രാത്രിയെ കർത്താവ് മാറ്റുന്നതിനാലോ സ്തോത്രം. അത്ഭുത സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രിയില് ഈ മീറ്റിംഗിൽ സ്വർഗം ചെയ്യുന്നതിനാലോ സ്തോത്രം. മറക്കാനാവാത്തൊരു നിമിഷം. ഞങ്ങളിൽ മാത്രമല്ല കർത്താവേ, ഞങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് കൂടെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്യപ്പെടട്ടെ, സ്പ്രെഡ് ചെയ്യപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾക്ക് ജയം നൽകിയ കർത്താവിന് ഞങ്ങൾ സ്തുതി, ബഹുമാനം, ആരാധന, പുകഴ്ച അങ്ങ് അർപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസനെ ഇന്ന് രാത്രിയിൽ കർത്താവ് ഉപയോഗിച്ചതിനാല സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.